ഹായ് ഫ്രണ്ട്സ്, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവാള, കറിവേപ്പില, എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറിയപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത്. ഇതൊരു 2-3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ പൊടികളും, അതായത് നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഇനി നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ കേട്ടോ. ഇതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കണം. തുറന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി അടച്ചിട്ട് ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം വേവാവുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഞാൻ കുറച്ചൊരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതേ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒരു 1/4 ഭാഗം വേവാവട്ടെ. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ചിക്കൻ്റെ വേവായിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് മൺചട്ടിയിലായ കാരണം നല്ല ചൂടുണ്ട് കേട്ടോ ചട്ടിക്ക്. അപ്പം ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവുണ്ടായതുകൊണ്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.